മാന്യ മഹാജനങ്ങളെ, ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതൊന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്ത് നോക്കാം. ഈ ആഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF. 70 വർഷത്തെ ഒത്തുകളി ഭരണത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഇത്ര പറഞ്ഞു മനസ്സിലായില്ല, കറക്റ്റ് മനസ്സിലായില്ല. പക്ഷേ 20-70 എത്രയായാലും ഈ വർഷത്തെ ഈ ഒത്തുകളി ഭരണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? പറ. കേരളത്തിലെ മൊത്തം ജനങ്ങളും ഒരുമിച്ച് പറ. ഉണ്ടായിരുന്ന കമ്പനികളെല്ലാം പൂട്ടി. ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ അവർ സമ്മതിക്കും? അതെ. ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ അവർ സമ്മതിക്കോ? ഇവിടെ ഒരു വ്യവസായം ഉണ്ടോ? ഇല്ല. ഇവിടെ ഈ നാട്ടിൽ ഒരു വ്യവസായം ഇല്ലല്ലോ. കേരളത്തിൽ എവിടെയെങ്കിലും വ്യവസായങ്ങളുണ്ടോ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു വ്യവസായം കാണിച്ചെന്നെ സമ്മതിക്കൂല. ഈ UDF LDF എല്ലാം ഭരിക്കണത് ഇവന്മാർ സമ്മതിക്കൂല. അതിനൊക്കെ നമ്മളെ BJP രക്ഷപ്പെടലിൽ വയസ്സായ അച്ഛനമ്മയെ ഒറ്റയാക്കി നാട് വിടേണ്ടി വരും. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ അവർ പറയും ഞങ്ങൾ സൃഷ്ടിച്ച തൊഴിലവസരങ്ങളെന്ന്. നിങ്ങൾ കരുതുന്ന പോലെ അടിച്ചമർത്താനാവില്ല ഈ ജനരോഷം. ഇതിനൊരു അവസാനം വേണം. ഇത് കണ്ടിട്ട് ഞാൻ ചിരിക്കണോ അതൊക്കെ അറിയണോ? എന്താ പോലും പറഞ്ഞു വെച്ചേ? ഇത് ആരോട് പറയേണ്ടതാണ് ശരിക്കും മനസ്സിലാവില്ല. ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണെന്നില്ല ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഇവൽക്കല്ലാതെ BJPക്ക് അല്ലാതെ. BJPക്ക് മാത്രം ഇവിടെ അല്ലാത്ത പ്രശ്നമല്ല. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമാണ് കേരളം എന്നാണ് പോലെ BJP വാദിക്കണത്. തമ്പുരാനറിയാം എന്തൊക്കെയാ. അതെ, മാറ്റം വരണം. അത് ശരി, അത് ഞാനും യോജിക്കുന്നുണ്ട്. മാറ്റം വരണം, നല്ലതാണ്. പക്ഷെ നല്ല മാറ്റം വരണം എന്നുള്ള കൂടി വേണല്ലോ. അതിന് ഇവന്മാര് വന്നിട്ട് എന്ത് കേട്ടാണ് ഇവിടെ? ഇവന്മാര് വന്ന് നല്ല രസം ഉണ്ടാവും. ഇവിടെ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.